മലപ്പുറം അരീക്കോട് ക്യാമ്പിൽ ഹവിൽദാർ വിനീത് സ്വയം വെടിയുതിർത്ത് മരിച്ച സംഭവത്തിൽ മാധ്യമങ്ങൾക്കും പി വി അൻവറിനും വിവരങ്ങൾ നൽകിയ 2 കമാൻഡോകൾക്ക് സസ്പെൻഷൻ ലഭിച്ചുവെന്ന വാർത്ത. പയസ് സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഇല്യാസ് എന്നിവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. കമാൻഡോ റിപ്പോർട്ടിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. SKN അരീക്കോട് SOG ക്യാമ്പിൽ ഡിസംബർ 15-നായിരുന്നു ഹവിൽദാറായിട്ടുള്ള വിനീത് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത്. ഇതിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണം അത് SOG ക്യാമ്പിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. അവിടുത്തെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്തിന്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമൊക്കെ ഇത് ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു. ഒപ്പം തന്നെ റീഫ്രഷ്മെന്റ് കോഴ്സിന്റെയൊക്കെ പേരിൽ വലിയ തോതിലുള്ള മാനസികമായിട്ടുള്ള പീഡനം അവിടെ ഉണ്ടായി. അതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നത്. അവിടേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങളും എല്ലാം നടക്കുകയും ചെയ്തതാണ്. അന്ന് DYSP ആയിരുന്ന കൊണ്ടോട്ടി DYSP സേതുവിനായിരുന്നു അതിൻ്റെ അന്വേഷണ ചുമതലയും നൽകിയിരുന്നത്. ഈ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കമാൻഡോയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ ഒരു PV അൻവറിനും വിവരങ്ങൾ നൽകിയ 2 SOG കമാൻഡോകൾക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. അരീക്കോട് ക്യാമ്പിലെ കമാൻഡോകളായ പയസ് സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഇല്യാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉന്നത രാഷ്ട്രീയ നേതാവിനും മാധ്യമങ്ങൾക്കും വിവരം ചോർത്തി നൽകിയതോടെ ഈ ക്യാമ്പിന്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ അവിടുത്തെ തെറ്റായ വിവരങ്ങൾ പുറത്തു പോകാനും ഇടവരുത്തി. ഇത് അച്ചടക്ക ലംഘനം, പെരുമാറ്റ ദൂഷ്യം, ഒപ്പം തന്നെ കേരള പോലീസിന് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ കണ്ടെത്തി എന്നതിനെ തുടർന്നാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കമാൻഡോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ SOGയുടെ പ്രവർത്തനങ്ങളെ തെറ്റായി പ്രചരിപ്പിക്കാനാണ് ഇടവരുത്തിയത് എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ചെറിയ കാര്യമായി കാണാൻ പറ്റില്ല, വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്താൻ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് സജീഷ് ബാബുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതുമാണ് ഇപ്പോൾ കമാൻഡന്റ് മുഹമ്മദ് നദ്മുദ്ദീൻ IPSന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അന്ന് ആ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരാൻ ഇവരാണ് കാരണമുണ്ടാക്കിയെന്ന് പറയുന്നു. ഈ റിപ്പോർട്ടിൽ രാഷ്ട്രീയ നേതാവിന്റെ പേര് പറയുന്നില്ല, അത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് പറയുന്നത്. പക്ഷേ SOG ക്യാമ്പിനെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ PV അൻവർ ഇതിനോടകം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ മരണവുമായി ബന്ധപ്പെട്ടും PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതേക്ക് തുടർന്നാണ് ഇപ്പോൾ 2 കമാൻഡോകൾക്ക് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്ക് വേണ്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 2 മാസത്തിനുള്ളിൽ വിശദമായ അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടിരിക്കുന്നത് കമാൻഡോ SKN. താങ്ക് യു വിപിൻ സി വിജയൻ.